BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഡൽഹി പോലീസ് ചമഞ്ഞ് വെർച്വൽ അറസ്റ്റെന്ന് ഭയപ്പെടുത്തി റിട്ടയർഡ് കോളേജ് അധ്യാപികയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയ സംഘത്തിലെ 2 പേരെ കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടി. മലപ്പുറം അരീക്കോട് സ്വദേശികളായ മുഹമ്മദ് മൂസിൽ, KP മിഷാബ് എന്നിവരെയാണ് പിടിയിലായത്. കാക്കനാട് സ്വദേശി ഒക്ടോബറിലാണ് സംഘം തട്ടിപ്പിനിരയാക്കിയത്. ഇവരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പോലീസ് വിളിച്ചത്. പോലീസ് വേഷത്തിലാണ് സംഘം വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെട്ടത്. അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഭയന്ന അധ്യാപിക തന്റെ പേരിൽ SBIയിലുള്ള 3 അക്കൗണ്ടുകളിൽ നിന്ന് 4,11,90,000 രൂപ തട്ടിപ്പുകാർക്ക് നൽകിയ വിവിധ അക്കൗണ്ടുകളിലേക്ക് ഓൺലൈനിലൂടെ മാറ്റി നൽകി. അധ്യാപിക പണം കൈമാറിയ അക്കൗണ്ടുകളിൽ നിന്നും മലപ്പുറം കേന്ദ്രീകരിച്ച് വൻതോതിൽ പണം പിൻവലിക്കുന്നതായും സൈബർ പോലീസ് കണ്ടെത്തിയതോടെയാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. 450 അക്കൗണ്ടുകൾ വഴിയാണ് സംഘം 3 കോടി രൂപ പിൻവലിച്ചത്. രാജ്യത്തിന്റെ വിമാനവാഹിനി INS വിക്രമാദിത്യയുടെ റീഫിറ്റിനായി 1,207 കോടി രൂപയുടെ കരാർ ഒപ്പിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ശനിയാഴ്ചയാണ് പ്രതിരോധ മന്ത്രാലയവുമായി ഷോർട്ട് റിഫിറ്റ് ആൻഡ് ഡ്രൈ ഡോക്കിംഗ് കരാർ ഒപ്പിട്ടത്. കപ്പലിന്റെ 3ാമത്തെ റിഫിറ്റാണിത്. ഇതിനായി ഒരാഴ്ച മുൻപ് തന്നെ വിക്രമാദിത്യ കൊച്ചി തുറമുഖത്തെത്തിയിട്ടുണ്ട്. 2018 ഇതിനു മുൻപ് വിക്രമാദിത്യയുടെ റീഫിറ്റ് കൊച്ചി കപ്പൽശാലയിൽ നടത്തിയത്. വാഹനങ്ങൾക്ക് സർവീസ് എന്ന പോലെയാണ് കപ്പലുകൾക്ക് റീഫിറ്റ്. 5 വർഷത്തിലൊരിക്കലാണ് ഇത് ചെയ്യുന്നത്. വാഹനങ്ങൾ ഡ്രൈ ഡോക്ക് ചെയ്ത് റീഫിറ്റ് ചെയ്യാനുള്ള സൗകര്യം രാജ്യത്ത് കൊച്ചി കപ്പൽശാലയ്ക്ക് മാത്രമേയുള്ളൂ. മെയിൻ്റനൻസ് സിപ്പർ ആൻഡ് ഓവറോൾ ഹബ് എന്ന രീതിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ വികസിപ്പിക്കുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് വിക്രമാദിത്യയുടെ റീഫിറ്റ്. 50 സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കും 3,500 തൊഴിലാളികൾക്കും ഇതിലൂടെ തൊഴിൽ ലഭിക്കും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം ജനറൽ ആശുപത്രി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സജ്ജമാകുന്നു. രാജ്യത്ത് ആദ്യമായാണ് ഒരു ജില്ലാതല ആശുപത്രി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നത്. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ സോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രീഷ്യസ് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹിർ ഷായ്ക്ക് കൈമാറി. എത്രയും വേഗം ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്തിന് തന്നെ അഭിമാനകരമാണ് എറണാകുളം ജനറൽ ആശുപത്രി. രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജനറൽ ആശുപത്രിയിലാണ്. ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കി രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാതല ആശുപത്രിയിൽ നെഞ്ച് തുറക്കാതെ വാൽവ് മാറ്റ ശസ്ത്രക്രിയ നടത്തി. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാതല ആശുപത്രി കൂടിയാണിത്. കാർഡിയോളജി ഉൾപ്പെടെ 7 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, 2 കാത്ത് ലാബുള്ള ആശുപത്രി, NABH അംഗീകാരം എന്നിവ ഈ ആശുപത്രിയുടെ പ്രത്യേകതകളാണ്. ഇതുകൂടാതെയാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ ബസ് ഇടിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. ഇന്നലെ വൈകിട്ട് 4:30 പറവൂർ മാർ ഗ്രിഗോറിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബസ്സാണ് നന്ദ്യാട്ടുകുന്നം ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിലിടിച്ചത്. സ്കൂൾ ബസ് പിന്നോട്ടെടുത്തപ്പോഴായിരുന്നു അപകടം. കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും നിലം പൊത്തി. അപകട സമയം ഇവിടെ ഇടന്നിരുന്ന നന്ദ്യാട്ടുകുന്നം ചപ്പായിപ്പറമ്പിൽ മോഹൻ, ഉത്രംപിള്ളിൽ ഗോപി എന്നിവർക്കും പരിക്കേറ്റു. ഇവരെ ചാലക്ക മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മോഹനന് തലയ്ക്ക് പരിക്കൂട്ടൻ. ബസിന്റെ പിന്നിലെ ഗ്ലാസ് പൂർണ്ണമായി പൊട്ടി. ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും പരിക്കില്ല. 2.38 കോടി രൂപ വില വരുന്ന 7.9 കിലോഗ്രാം കഞ്ചാവ് കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. ഇന്നലെ എയറേഷ്യ വിമാനത്തിൽ ബാങ്കോക്കിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി ഫവാസ് ആണ് പിടിയിലായത്. ഇയാളുടെ ചെക്കിൻ ബാഗിൽ 17 പാക്കറ്റുകളിലായി തുണികൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ്. കണ്ണൂരിലെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് യൂണിറ്റിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിലെ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. ഫവാസിനെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി ആലുവ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. പെരുമ്പാവൂർ പാലക്കാട്ട് താഴം ഭായി കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ഷിബ ബഹാദൂർ ഛേത്രിയാണ് അറസ്റ്റിലായത്. ഭാര്യ മാമുനി ഛേത്രിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാവിലെ 7:30 സംഭവം. ഷിബ ബഹാദൂർ കോളനിയിലെ ഹോട്ടലിൽ ജീവനക്കാരനാണ്. മാമുനി മറ്റൊരു ഹോട്ടലിലെ ജീവനക്കാരെയും. ഈ ഹോട്ടലിന്റെ അടുക്കളയിലാണ് കൊലപാതകം നടന്നത്. കൊലപാതകത്തിന് ശേഷം ഷിബ ബഹാദൂർ ഛേത്രി ആയുധവുമായി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.